ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഗോതമ്പ് നുറുക്ക് കൊണ്ടൊരു പാൽപ്പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഗോതമ്പ് നുറുക്ക് ഞാൻ കുക്കറിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കാം. ഇതിലേക്ക് ഞാൻ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കായും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പാല് തിളക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഗോതമ്പ് നുറുക്കെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മധുരം നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർക്കാം കേട്ടോ നോക്കിയിട്ട്. അങ്ങനെ നമ്മുടെ പാൽപ്പായസം തിളച്ചുകൊണ്ടിരിക്കണേണ്. ഒന്ന് കുറുകട്ടെ കേട്ടോ, എന്നിട്ട് എടുക്കാം. നമ്മുടെ പാൽപ്പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഗോതമ്പ് നുറുക്കൊക്കെ ഉള്ളവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പായസം കൊടുത്തു നോക്കാം കേട്ടോ, എന്താ പറയണേന്ന് നോക്കാം. എങ്ങനെ ഇതെന്ന് പറയണേ. കൊള്ളാമോ? നന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ. കഴിച്ചോ. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. ലൈക്കും ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.